നമസ്കാരം. ഒരു പുസ്തകം എഴുതി അതൊരു ആത്മകഥ എന്നാണ് മാതൃഭൂമി വിശേഷിപ്പിച്ചതെങ്കിലും അത്രമാത്രം അതൊരു ആത്മകഥയാണോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് തന്നെ സംശയമുണ്ട്. സത്യത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഉള്ളൊരു രൂപകൽപ്പന മനസ്സിൽ ചെയ്തപ്പോൾ തന്നെ അത് തികച്ചും വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ളൊരു പുസ്തകമാകരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്, പലപ്പോഴും നമ്മൾ ആത്മകഥകളിൽ കാണുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ളൊരു സെൻസേഷണലിസം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ജീവിതത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു കണക്ക് തീർക്കലായി ആത്മകഥ മാറാൻ പാടില്ലെന്നും ഉള്ള രണ്ട് നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ നിർബന്ധങ്ങളോട് ഒരു പരിധിവരെയെങ്കിലും നീതി പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഒരു ചെറിയ വിശ്വാസം. പുസ്തകത്തെ പറ്റിയിട്ട് എഴുതിയ ആൾ തന്നെ കൂടുതൽ പറയുന്നത് എത്രമാത്രം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും ഇപ്പോൾ വിധി എഴുതിയ ന്യായാധിപന്മാർ തന്നെ റിട്ടയർമെൻറ്റിന് ശേഷം വിധിയെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ വിധിയെ പ്രതിരോധിച്ച് സംസാരിക്കുന്നത് പോലെ ഉള്ള ഒരു അരോചകത്വം ഒരുപക്ഷെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു പുസ്തകത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും സംഭവിച്ചേക്കാമെന്നുള്ള ഒരു ആകുലത യഥാർത്ഥത്തിൽ എനിക്കും ഉണ്ട്. പക്ഷേ എന്തായാലും ഇതിൽ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ 1964 ഞാൻ ജനിച്ചത്. ഇപ്പോൾ ഇവിടെയുള്ള മിക്ക ആളുകളും ആ കാലത്തോ അതിന് ശേഷമോ അതിന് തൊട്ട് മുമ്പോ ഒക്കെ ആയിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ആളുകളാണ്. നമ്മൾ ജീവിച്ച വ്യത്യസ്തമായ കാലഘട്ടങ്ങൾ അത് ഉയർത്തിയ വെല്ലുവിളികൾ. ഇപ്പോൾ നിയമത്തിൻ്റെ മേഖലയിലായാലും പലപ്പോഴും നമ്മൾ ലോ കോളേജിൽ പഠിച്ചിട്ടുള്ള നിയമം, കോടതികളിൽ നമ്മൾ അനുഭവിക്കുന്ന നിയമം, രാജ്യത്ത് നടപ്പിലാക്കപ്പെടുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കപ്പെടാതിരിക്കുന്ന നിയമം, ഇതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഒരുപക്ഷെ ഈ പുസ്തകം എഴുതാൻ ശ്രമിച്ചത്, ഈ പുസ്തകം എഴുതിയതും. അല്ലാതെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു മറ്റാർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം എനിക്ക് സംഭവിച്ചു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അതിൻ്റെ അല്ല, ആ രീതിയിൽ എഴുതിയൊരു പുസ്തകമേ അല്ല അത്. മറിച്ച് 1960 തൊട്ട് 60കളിലെ ഇന്ത്യ, 60കളിലെ നിയമവ്യവസ്ഥ, 60കളിലെ നീതി സങ്കല്പം, 60കളിലെ കോടതി സംവിധാനം, ഇതെങ്ങനെ പിൽക്കാലത്ത് മാറി വന്നു. നമ്മളിപ്പോൾ 2026 എത്തുമ്പോഴേക്കും ഇതിലൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അത് വ്യക്തിതലത്തിലുണ്ട്, സമൂഹ തലത്തിലുണ്ട്, രാഷ്ട്രതലത്തിലുണ്ട്, അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ തലത്തിലും ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നൽകുന്ന പുകഴ്ത്തലിൻ്റെയോ അല്ലെങ്കിൽ ഇകഴ്ത്തലിൻ്റെയോ പ്രശ്നം എന്നുള്ളതിലുപരി ഒരു രാജ്യം എങ്ങനെയാണ് കഴിഞ്ഞ 40 വർഷത്തിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് കടന്നു പോയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രാധാന്യം ഒരു പക്ഷേ ഈ പുസ്തകത്തിനും അവകാശപ്പെടാനാകും. മറ്റു തരത്തിലുള്ള പ്രാധാന്യം അതിന് അവകാശപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും നമ്മുടെ കഴിഞ്ഞ 60 വർഷത്തെ നിയമ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നിയമം നമുക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു രേഖാചിത്രം വളരെ വ്യക്തി തലത്തിലാണെങ്കിൽ പോലും നൽകുക എന്നുള്ളതായിരുന്നു ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശ്യം. അതിൽ ഈ പുസ്തകം വായിച്ച പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ താങ്കളെക്കുറിച്ചിട്ട് യാതൊന്നും അധികമായിട്ട് കാണാനില്ല എന്നുള്ളത്. അത് ഒരു പക്ഷേ ആ പുസ്തകത്തിൻ്റെ വിജയമാണ് എന്നുള്ള എളിയ വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം വ്യക്തിയധിഷ്ഠിതമല്ലാതെയും ആത്മകഥ എഴുതാം എന്നുള്ളത് ഒരു പക്ഷേ മലയാളത്തിലധികം പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു പുസ്തക സംസ്കാരമാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും പിമ്പുമുള്ള കാര്യങ്ങൾ അവിടുത്തെ എഴുത്തുകാരുടെ ആത്മകഥയിൽ നിന്നാണ് പലപ്പോഴും മറ്റ് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുള്ളതിനേക്കാളും
ശക്തമായി സഫലമായി വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പാർത്തൈഡിൻ്റെ കാലഘട്ടം തൊട്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഫറൻസിൻ്റെ ഉദയം തൊട്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഫറൻസിൻ്റെ അപജയം വരെയുള്ള കാലങ്ങളിൽ ജീവിച്ച ആളുകൾ അവരുടെ ജീവിതം എഴുതുമ്പോൾ വാസ്തവത്തിൽ അവരെക്കുറിച്ചല്ല, അവരുടെ രാജ്യത്തെക്കുറിച്ചാണ്, അവർ നേരിട്ട രാഷ്ട്രീയ ഭൂമികകളെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇത് ആത്മകഥയിലെ വളരെ പ്രധാനപ്പെട്ട, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന, അതുവഴി സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനപ്പെടുന്ന ഒരു സങ്കേതമാണ് എന്ന വിശ്വാസം എനിക്കുണ്ട്. അല്ലാതെ നമ്മുടെ തികച്ചും വ്യക്തിതലത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും അത് ഒരു വൈയക്തികമായിട്ടുള്ള ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ വായനക്കാരിൽ ഉണ്ടാക്കും എന്നുള്ളതിലുപരി ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് അത് എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് വളരെ പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ജീവിത റോളുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള ധാരാളം ആളുകളുടെ പുസ്തകമുണ്ട്. നമ്മുടെ കുഞ്ഞാമൻ്റെ പുസ്തകം, അതുപോലെ ഈ കമ്പിളി കണ്ടം പോലുള്ള മാതൃഭൂമിയുടെ തന്നെ പുസ്തകങ്ങൾ, അതൊക്കെ തന്നെ മികച്ച രചനകളാണ്. അവരുടേതായിട്ടുള്ള ധർമ്മം നിർവഹിക്കുന്നുമുണ്ട്. പക്ഷെ അതിലുപരി ഒരു രാജ്യം എങ്ങനെയാണ് കഴിഞ്ഞ 60 വർഷം ജീവിച്ചത്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ, നീതി നിർവഹണ സംവിധാനം എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്, ആ അനുഭവങ്ങളിലുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ, ഋതുഭേദങ്ങൾ, ഇത് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള, ഇല്ലെങ്കിൽ ഇപ്പോഴും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാൻ കഴിയുക. ആ ബോധം സാമൂഹിക പാഠം എന്നുള്ള നിലയിൽ, സാമൂഹിക തലത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഭാവിയെ പോലും നിശ്ചയിക്കാൻ, നിർണയിക്കാൻ കഴിവുള്ള ഒന്നാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതിന് സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചത്. അതെത്രമാത്രം അത് വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ യാതൊരു തരത്തിലുള്ള അവകാശവാദവും ഉന്നയിക്കുകയില്ല. അത് പറയേണ്ടത് പുസ്തകം വായിക്കുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും ഇത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ, ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചന പൂർത്തീകരിച്ചത് 1 വർഷം മുമ്പാണ്. അത് ആദ്യം മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെടുകയും പിന്നീട് മാതൃഭൂമി പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ പുസ്തകമായിട്ട് വന്നിട്ടത് 3-4 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ വിഷമമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു തലം അതിലുണ്ട്. അത് എത്രമാത്രം നമ്മുടെ തലമുറകളെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ പുസ്തകങ്ങളിൽ കാണുന്ന അവസാനത്തെ ഒഴിഞ്ഞ പേജുകൾ വളരെ പ്രതീകാത്മകമാണ്. ആ പേജുകൾ പൂരിപ്പിക്കുന്നത് നമുക്ക് ശേഷം വരുന്ന തലമുറയിലെ വളരെ അജ്ഞാതരായിട്ടുള്ള വായനക്കാരായേക്കാം, പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥത്തെങ്കിലും. അപ്പോൾ അവരെങ്ങനെ പുസ്തകത്തെ കാണുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചതിന് ശേഷം പോലും ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും, നമ്മുടെ നിയമവ്യവസ്ഥയെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെ ആകുലത ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് എനിക്ക് നടുക്കം തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. 5.5 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. 5.5 വർഷം ജയിലിൽ കിടന്നിട്ട് അദ്ദേഹമാണ് തുടർച്ചയായി ജാമ്യ നിഷേധത്തിന് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളുകയാണ്. അതിൻ്റെ തികച്ചും അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ അവിടെ മാറ്റി വെച്ചാൽ പോലും അതിനുശേഷം സുപ്രീം കോടതി പറയുകയാണ്, ഇനി അദ്ദേഹത്തിന് ജാമ്യ ഹർജി പുതുതായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു സമയപരിധി നിശ്ചയിക്കുകയാണ്. അദ്ദേഹം കൊടുക്കുന്ന കേസ്, അതും ക്രിമിനൽ കേസ്, ജയിലിൽ നിന്ന് പുറത്തു വരണമെന്ന് 10 വർഷം കഴിഞ്ഞാൽ പുറത്തു വരണമെന്ന് കൊടുക്കുന്ന ഒരു ഉത്തരവിനെതിരെ നൽകപ്പെടുന്ന ഒരു അപ്പീലിൽ അല്ലെങ്കിൽ റിവിഷൻ ഹർജിയിൽ
അല്ല നിങ്ങൾ 10 കൊല്ലമല്ല 11 കൊല്ലം കിടക്കണമെന്ന് ഒരു കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ക്രിമിനൽ നിയമനിർവഹണ വ്യവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ജാമ്യഹർജി തള്ളിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 മാസം കഴിഞ്ഞാൽ ഒരു ജാമ്യഹർജി വീണ്ടും കൊടുക്കാനുള്ള അവകാശം സുപ്രീം കോടതി തന്നെ നിരവധി കേസുകളിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതി തന്നെ 2025 തന്നെ 2 വിധികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിധികളുണ്ട്. ചേഞ്ച് സർക്കംസ്റ്റാൻസസിൽ വീണ്ടും ജാമ്യഹർജി കൊടുക്കാനുള്ള അവകാശത്തെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പറയുന്നത് 5.5 കൊല്ലമായി നിങ്ങൾ ജയിലിൽ കിടക്കുന്നു, ഇനി നിങ്ങൾക്ക് ജാമ്യഹർജി കൊടുക്കണമെങ്കിൽ 1 വർഷം കൂടി കാത്തു നിൽക്കണം. അപ്പോൾ എന്താണ് കുറ്റം? ആരോപിക്കപ്പെട്ട കുറ്റം തന്നെ എന്താണ്? പ്രസംഗം എന്നതാണ് കുറ്റം, അല്ലെങ്കിൽ ആശയ വിനിമയം എന്നുള്ളതാണ് കുറ്റം, അല്ലെങ്കിൽ ആശയ സംവാദം എന്നുള്ളതാണ് കുറ്റം. ഇത് വളരെ വളരെ നടുക്കമുളവാക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ജനിച്ച 60കളിൽ ഉള്ള ദാരിദ്ര്യത്തിൻ്റെ ഒരു പശ്ചാത്തലം, പൊതുവെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുള്ള ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തിൽ പോലും ഒരുപക്ഷെ താരതമ്യേന മെച്ചപ്പെട്ട സ്വാതന്ത്ര്യമുണ്ടായി. അത് വളരെ പ്രധാനമാണ്. സ്വാതന്ത്ര്യം പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ 1960കൾ പോലും വികസിതമായിരുന്നു. 2025 അപേക്ഷിച്ച് 26 അപേക്ഷിച്ച് ഇല്ലെങ്കിൽ ഉമർ ഖാലിദിന് 5.5 വർഷത്തിന് ശേഷം ജാമ്യഹർജിക്ക് പരിധി നിശ്ചയിക്കുന്ന ഒരു കോടതിക്കാലത്തെ അപേക്ഷിച്ച് നമ്മുടെ ഏറ്റവും ദരിദ്രമായ ചരിത്രഘട്ടങ്ങൾ പോലും സമ്പന്നമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ താരതമ്യേന വികസിതവും സഹനീയവും ആയിരുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാ മേഖലയിലും കാണാം. ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെത് ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു, വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കോടതിയുടെ വിധികളെ വലിയ ബെഞ്ചുകളുടെ 3 അംഗ ബെഞ്ചിൻ്റെ വിധി കേരളത്തിൽ നിന്ന് തന്നെയുള്ളതാണ്. നജീബിൻ്റെ കേസ് 3 അംഗ ബെഞ്ച് പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ ഒരാളെ ജയിലിൽ കിടത്തി നിങ്ങൾക്ക് വിചാരണ പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒറ്റ കാരണത്താൽ അയാളെ ജാമ്യത്തിൽ വിടേണ്ടതാണ്. മറ്റൊരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, 5.5 വർഷമായിട്ട് ദീർഘകാലമായിട്ടൊരു ക്രിമിനൽ കേസിൻ്റെ വിചാരണ തുടങ്ങാതെ നീട്ടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജാമ്യഹർജിയെ എതിർക്കാൻ പോലും അവകാശമില്ല. ജാമ്യഹർജിയെ എതിർക്കാൻ പാടില്ല, സുപ്രീം കോടതി പറഞ്ഞാണ്. പർവേസിൻ്റെ കേസ് സുപ്രീം കോടതിയുടെ വിധിയാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിധിയാണ്. ഈ വിധി ഉമർ ഖാലിദിൻ്റെ കേസിൽ പരാമർശിക്കപ്പെട്ടു പോലുമില്ല. ആ വിധി ശ്രദ്ധിക്കാതെയല്ല, ആ വിധി ബാധിച്ചിട്ടും ആ കാര്യം സൂചിപ്പിക്കാതെയാണ് ഉമർ ഖാലിദിൻ്റെ തുടർന്നുള്ള ജയിൽവാസം കോടതി തന്നെ ഉറപ്പുവരുത്തിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയിൽ സംഭവിച്ചിട്ടുണ്ട്. മുൻപ് ഒരു വധശിക്ഷയുടെ കേസിൽ, വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു അർദ്ധരാത്രി കോടതി കൂടിയിരുന്നു. അപ്പോൾ അർദ്ധരാത്രി കോടതി കൂടുമ്പോൾ പിറ്റേ ദിവസമാണ് വധശിക്ഷ നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ടാണ് തലേ ദിവസം അർദ്ധരാത്രി കോടതി കൂടുന്നത്. വളരെ ചരിത്രത്തിൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അതെന്തിനാണ് കോടതി കൂടിയത്? പിറ്റേ ദിവസം തന്നെ തൂക്കിക്കൊല്ലണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അർദ്ധരാത്രി കോടതി കൂടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് വിചിത്രമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിയമനിർവഹണത്തിൻ്റെ മേഖലയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം, ഇതുവരെയുള്ളതിൽ അവസാനത്തെ ഉദാഹരണം സോണം വാങ്ചുക്കിൻ്റെയാണ്. ലഡാക്കിലെ കാലാവസ്ഥാ പ്രവർത്തകനായിട്ടുള്ള സോണം വാങ്ചുക്ക് ഇപ്പോഴും ജയിലിലാണ്. അദ്ദേഹത്തെ ജയിലിലാക്കിയിട്ട് 120 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 26 നാഷണൽ സെക്യൂരിറ്റി നിയമം അനുസരിച്ചിട്ട് സോണം വാങ്ചുക്കിനെ പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ, മുൻകരുതൽ എന്നുള്ള നിലയിലുള്ള തടങ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലടച്ചത്. അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റവും ഈ ഉമർ ഖാലിദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഉമർ ഖാലിദ് നടത്തിയ ഇത് തമ്മിലുള്ളൊരു സാദൃശ്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള 2 കേസുകൾ. ഉമർ ഖാലിദ് ചെയ്തിട്ടുള്ളത്
സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു എന്നുള്ള കുറ്റമാണ്. സോണം വാങ്ചുക്ക് ചെയ്തതും അതേ കുറ്റമാണ്. സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് ഒരു കുറ്റമായി തീരുന്ന രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ അളവ്, വിധാനം, നീതിയുടെ വിധാനം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നാം ഓരോരാളും ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഈ സോണം വാങ്ചുക്കിൻ്റെ ഒക്കെ അതിന് ശേഷം വന്നതാണ്. ചില അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കാനും വിപുലമായിട്ട് ചർച്ച ചെയ്യാനും ശ്രമിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പുകളെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ നിലവിലുള്ള ഭരണക്രമത്തെ, ഡിസ്പെൻസേഷനെ മാറ്റുവാനുള്ള ഭരണഘടനാദത്തമായ, നിയമജന്യമായ, ഔപചാരികമായ ഉപാധി എന്നുള്ള നിലയിലാണ് നാം എപ്പോഴും കണ്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല ജനാധിപത്യം, ചർച്ചയാണ് ജനാധിപത്യം, സംവാദങ്ങൾ വേണം, ഭരണഘടനാ സ്ഥാപനങ്ങൾ വേണം, ഭരണഘടനാ നീതി വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ നാം മറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകളെങ്കിലും ജനാധിപത്യത്തിൽ നേരായ രീതിയിൽ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പൊതു ആവശ്യങ്ങൾ പരിമിതപ്പെട്ട് വരികയാണ്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ ലിസ്റ്റിന് പുറത്തായിരിക്കുന്നു. കേരളത്തിൽ പോലും ഇന്ന് നടക്കുന്ന SIR വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. അർഹതപ്പെട്ട പലരെയും, അത് വളരെ നമ്മുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ, ഇതിനകം വോട്ടർ ലിസ്റ്റിലുള്ള ആൾ, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖകൾ അവർക്കുണ്ട്, അവരുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അംഗീകരിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ ഏതോ രാജ്യത്തുനിന്ന് വന്നതുപോലെ നമ്മളെ ഓരോരോ വ്യക്തിയെയും സംവിധാനങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി നോക്കുകയാണ്. ഇത് വളരെ അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അധികാരികൾ തന്നെ, നമ്മുടെ ഭരണകൂടം തന്നെ നമ്മുടെ പൗരത്വത്തെ സംശയിക്കുന്നു. ഒരു പൗരന് അതിനേക്കാൾ വലിയ ഒരു അപജയം, ഒരു ദുരന്തം യഥാർത്ഥത്തിൽ സംഭവിക്കാനില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് SIR പ്രക്രിയയിലൂടെ ബംഗാളിലും ബീഹാറിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും, ആസാമിലും കേരളത്തിലും അടക്കം, തമിഴ്നാട്ടിലും അടക്കം ലക്ഷക്കണക്കിന് ആളുകൾ, ഉത്തർപ്രദേശിലും കോടിക്കണക്കിന് ആളുകൾ യാതൊരു ന്യായവുമില്ലാതെ പട്ടികക്ക് പുറത്തു പോവുകയാണ്. കേരളത്തിൽ ഒരുപാട് പ്രവാസികളുള്ള സംസ്ഥാനമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിട്ടുള്ള കോടതി വ്യവഹാരങ്ങളുണ്ട്. അതിൽ ജസ്റ്റിസ് ജോസഫ്, മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് KM ജോസഫ് അംഗമായിട്ടുള്ള ഒരു ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ ഈ കാര്യം ഉന്നയിച്ച് വാദിക്കാനുള്ള അവസരം എനിക്കും കിട്ടുകയുണ്ടായിരുന്നു. പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു പ്രധാന ചാപ്റ്റർ അതാണ്. അന്ന് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷണറെ നിശ്ചയിക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ സമിതിയായിരിക്കണം, നിലവിലുള്ള ഭരണഘടനയുടെ 324-ാം അനുച്ഛേദം മാറ്റണം, അതിനെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം, പ്രയോഗിക്കണമെന്ന് പറഞ്ഞു. ഈ ഭരണഘടനാ ബെഞ്ച് വിധി വന്ന് മാസങ്ങൾക്കകം ഈ വിധിയെ അട്ടിമറിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് പകരം കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി കൂടാതെ മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയിൽ നിയമം വന്നു. 2023 നിയമം വന്നു. ഈ നിയമം വന്നിട്ട് അതിന് ശേഷമാണ് അങ്ങനെ കോടതി വിധിയെ, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായതും നിയമിക്കപ്പെട്ടതും അതിനുശേഷം ഈ SIR പോലുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ദുരന്തം അരങ്ങേറിയിരുന്നു. കോടതി വിധിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ നിയമനത്തെ തന്നെ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജി കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടുവെങ്കിലും അതിപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്, ഇൻവെർട്ടഡ് കോമ പരിഗണനയിലാണ്. അപ്പോൾ ആ സമയത്ത് ഈ നിയമനങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പോലും ഇതുവരെയും കോടതി ആത്യന്തികമായി പരിശോധിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇത് നടപ്പിൽ വന്നു കഴിഞ്ഞു. കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു.
ഇതാണ് രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള മറ്റൊരു അപജയം. ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് നാം നിയമത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചിട്ടുമൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വ്യക്തിപരം എന്നുള്ളത് തീർച്ചയായിട്ടും ഭരണഘടനാപരമാണ്. വാട്ട് ഈസ് പേഴ്സണൽ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു രചനയാണ് ഈ പുസ്തകത്തിലൂടെ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ തന്നെ അത്രമാത്രം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളോളം പ്രസക്തമാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നാം ഇപ്പോൾ സോണം വാങ്ചുക്കിലാണ് എത്തി നിൽക്കുന്നത്. ഈ പുസ്തകത്തിന് ശേഷം കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ സമാധാനത്തിലുള്ള ആഹ്വാനത്തിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലാക്കപ്പെടുമായിരുന്നു, ജയിലിൽ തുടരുക തന്നെ ചെയ്യുമായിരുന്നു. അദ്ദേഹം ജാമ്യഹർജി നൽകുന്ന പക്ഷം അത് സുപ്രീം കോടതി നിഷേധിക്കുമായിരുന്നു. ഇത്രയും കാര്യം ഉറപ്പാണ്. ഈ ഉറപ്പ് ഉണ്ടാക്കുന്ന ഒരു ദോഷൈക ദൃഷ്ടിയുണ്ട്. പക്ഷേ അതേസമയം നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ, നാട്ടിൽ നടക്കുന്ന സംവാദങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകൾ, ഈ പറയുന്ന പോലുള്ള പരിപാടികൾ, അതിലൂടെ നടക്കുന്ന കോൺവെർസേഷൻ, സംവാദം, അതുമാത്രമാണ്. അതുപോലെ തെരുവിൽ നടക്കുന്ന സമരങ്ങൾ, ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ, ഇത് മാത്രമാണ് പ്രതീക്ഷയായിട്ട് ബാക്കി നിൽക്കുന്നത്. ഈ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് ഗ്രാംഷിയുടെ പ്രധാനപ്പെട്ടൊരു പ്രയോഗമുണ്ടല്ലോ, ഈ ഒപ്റ്റിമിസം, പെസിമിസം ഓഫ് ദ ഇൻ്റലക്റ്റ് ആൻഡ് ഓപ്റ്റിമിസം ഓഫ് ദ വിൽ. ഇത് ഈ ആശയം, അതിലൂടെ വരുന്ന സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നന്ദി സർ. ഇനി ചോദ്യോത്തരവേള ആരംഭിക്കാം. ചോദ്യങ്ങളുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. പുസ്തകം വായിച്ചിട്ടില്ല, വായിക്കാനിരിക്കുന്നതാണ്. മാതൃഭൂമിയിൽ കിട്ടുമെന്നുള്ളതുകൊണ്ട്, ഡിസ്കൗണ്ട് കിട്ടുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ മാധ്യമത്തിലെ ഖണ്ഡശ കുറച്ച് വായിച്ചിരുന്നു. പുസ്തകം കുറച്ച് എപ്പിസോഡ്സ് വായിച്ചിരുന്നു. എങ്കിലും സാറിനോട് ചോദിക്കാനുള്ള, വ്യക്തിപരമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആത്മകഥ ഏതാണ്? സാർ വായിച്ചിട്ടുള്ളതിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, സാറിനെ ഏറ്റവും സ്വാധീനിച്ച, ഏറ്റവും മികച്ച ആത്മകഥ എന്നുള്ള രീതി, പല സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും മികച്ച ആത്മകഥ എന്നുള്ള രീതിയിൽ സാർ വായിച്ചിട്ടുള്ള ആത്മകഥ ആരുടെയാണ്? എൻ്റെ ചോദ്യം ഈ കോടതിയുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. അതായത് ഇപ്പം ജസ്റ്റിസ് ഡിലേയിൽ, അതായത് ഈ കാലതാമസം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ബേസിക് കാരണം? അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഒന്ന്. രണ്ട്, ഈ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി കൊളീജിയം സിസ്റ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രചൂഡൊക്കെയുള്ള അവരുടെയൊക്കെ അഭിപ്രായം ഞാൻ പറയുക, അത് സ്വീകാര്യമാണോ? അതോ പാർലമെൻറ്റിന് അതിന് മുകളിലുള്ള ഒരു അധികാരം, ഓവർ റൈഡിങ് ആയിട്ടുള്ള ഒരു അധികാരം ഉണ്ടാവണമെന്നാണോ താങ്കളുടെ? സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ആത്മകഥ എന്നുള്ള ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും സാധാരണഗതിയിൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള ഒരു പൊതുദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ആയിരിക്കാം വരിക. പക്ഷേ ഇത് ഏറ്റവും കാലിക പ്രസക്തിയുള്ളതും ഭയം എല്ലാവരെയും പിടികൂടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 100 വർഷക്കാലത്തെ കൊളോണിയൽ ഭരണം വലിയ ഒരു പോരാട്ടത്തിലൂടെ അവസാനിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സമത്വത്തിൻ്റേതുമായ ഒരു രാജ്യം, ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ നടന്നു നീങ്ങുകയോ ഒക്കെ ചെയ്ത് അതിൻ്റെ പകുതി വഴിയെത്തിയോ പകുതി പോലും ആയിട്ടില്ല. അപ്പോഴേക്കും അതിന് ഒരു അപജയം വരുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ സമൂഹത്തെ കാക്കേണ്ട ഒരു കാവലാൾ എന്നുള്ള നിലയ്ക്ക് പൊതുജനം വിശ്വസിക്കുന്ന ജുഡീഷ്യറി, ആ ജുഡീഷ്യറിയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഭരണഘടനാപരമായി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഭരണഘടനാപരമായി ജുഡീഷ്യറി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും വളരെ പ്രത്യാശ നൽകുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സാറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സാറിൻ്റെ ലേഖനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളാവട്ടെ, അതൊക്കെ ഇന്ന് പ്രത്യാശ നൽകുന്നതാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു പോരാട്ടത്തിന്, അതായത് നീതിക്ക് വേണ്ടിയുള്ള, സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഉള്ള ഒരു സ്കോപ്പാണ് സാറിൻ്റെ പുസ്തകം എന്ന് എനിക്ക് തോന്നുകയാണ്. അത് എത്രത്തോളം ശരിയാണ് എന്ന്.
നമസ്കാരം സാർ, ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കഥ വായിച്ചിരുന്നു. പ്രശസ്ത നോവലിസ്റ്റ് ഇ പി ശ്രീകുമാറിൻ്റെ ആകാശത്തടവ്. വളരെ വ്യത്യസ്തമായൊരു കഥയാണ്. കാരണം ഒരാളെ തൂക്കിക്കൊല്ലുന്നതിന് പകരം അയാൾ ആകാശത്ത് കൊണ്ടുപോയി സ്പേസിൽ അദ്ദേഹത്തെ താമസിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ നടത്തി, വർഷങ്ങളോളം ജീവിതം മുഴുവൻ ഗവേഷണം രാജ്യത്തിന് വേണ്ടി നടത്തി. എല്ലാ ഗുണങ്ങളും നമുക്ക് തിരിച്ചറിയും, അദ്ദേഹം ഒരിക്കൽ മരിക്കുകയും ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു തൂക്കിക്കൊല വീണ്ടും നമ്മുടെ സുപ്രീം കോടതിയിൽ ചർച്ചയ്ക്ക് വരുന്നു. അങ്ങേപ്പോലുള്ളൊരു നിയമവിദഗ്ധൻ്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ്? ഇനി പറയാമല്ലോ, പെട്ടെന്ന് പറയാം. ദുരന്തങ്ങളുടെ ഒരു പട്ടിക തന്നെ അങ്ങ് നിരത്തി. പക്ഷേ അത്തരം പട്ടികയിൽ പെടാത്ത, സമയക്കുറവുകൊണ്ട് ആണ് വിട്ടുപോയത്, പെടാത്ത ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളിന്ന് അടുത്ത കാലത്തായിട്ട് നേരിടുന്ന അനേകം പ്രശ്നങ്ങളിലും അങ്ങ് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളിൽ ഏറ്റവും രൂക്ഷമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ തലമുറയെ മാത്രമല്ല വരും തലമുറകളെയും കൂടെ ബാധിക്കുന്ന വനം പരിസ്ഥിതി നിയമങ്ങളിൽ നടത്തുന്ന വെള്ളം ചേർക്കലാണ്. ഈ ഡൈലൂഷൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ രാജ്യത്ത് നമ്മൾ സാക്ഷികളായിരുന്നതാണ്, ദൃക്സാക്ഷികളായതാണ്. നമ്മൾ വളരെ ദൂരെ നിന്നുമുണ്ട്. കേരളത്തിൽ തന്നെ അടുത്ത ഈ വെള്ളപ്പൊക്കവും മുണ്ടക്കയത്തും ചൂരൽമലയിലുമൊക്കെ നമ്മൾ കണ്ടതൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പുതിയ നിയമങ്ങളും വെള്ളം ചേർത്തുകൊണ്ടുള്ള പുതിയ നിയമങ്ങൾ. അതായത് പരിസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ, റെഗുലേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനുമുള്ള നിയമങ്ങൾ ഇന്ന് ലൈസൻസും പെർമിറ്റും കൊടുക്കാനുള്ള ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത്തരം സ്ഥാപനങ്ങളെ റേറ്റ് ചെയ്യുന്നത് എന്തുമാത്രം വേഗതയിൽ, എത്ര വേഗതയിൽ പെർമിറ്റുകളും ലൈസൻസുകളും കൊടുക്കുന്നു എന്നുള്ളൊരാസ്പദമാക്കിയാണ്. ഇത് തടയാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കേടാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു തീർക്കാൻ കാരണം രാജശ്രീയാണ് അടുത്തത്. രാജശ്രീ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരിയാണ്, അവർക്ക് അറിയില്ലെങ്കിലും. വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ആത്മകഥയുടെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മകഥ ഒരു അഭിഭാഷകൻ്റെ ആത്മകഥയാണ്. അത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ, ഗാന്ധിയുടെ ആത്മകഥയാണ്. അത് മാത്രമാണ്, അത് ബാക്കിയെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട. രണ്ടാമത് കോടതിയിലെ കാലതാമസത്തിൻ്റെ പ്രശ്നമുണ്ട്. അതേസമയം കാലതാമസം കൊണ്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സമയത്ത് വിധിക്കപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കൊളീജിയത്തിൻ്റെ കാര്യം അത്യാവശ്യം കോണ്ടെക്സ്റ്റുവൽ കൂടിയാണ്. ഇപ്പോൾ ന്യായാധിപരുടെ ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭരണകൂടം തന്നെ, ഇപ്പോൾ കൊളീജിയം ഉണ്ടായിട്ടും ഭരണകൂടം തന്നെ ഇടപെട്ട് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഇതിനൊക്കെ ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇത് കേന്ദ്രത്തിന് തോന്നിയ പോലെ ന്യായാധിപരെ സ്ഥലമാറ്റം നടത്തുന്നു എന്നുള്ളത്. അത് സത്യത്തിൽ പഴയ പത്രസമ്മേളനത്തിൻ്റെ അതേപോലെ പ്രഹരശേഷിയുള്ള ഒരു പ്രസ്താവനയാണത്. ഇനിയും നമ്മുടെ രാജ്യത്ത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് വന്നിട്ടുള്ള പരിസ്ഥിതി നിയമങ്ങളുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിൻ്റെ കാര്യത്തിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ടീച്ചർ പറഞ്ഞ കാര്യത്തിന് നന്ദി. അത് നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊതുവെ ഇത്രയും കാര്യങ്ങളാണ് മറുപടിയായിട്ട് പറയാനുള്ളത്. കാരണം ഈ സമയം ഞാൻ പാലിച്ചില്ലെങ്കിൽ അവരോട് നീതി പാലിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വരും. ഇപ്പോൾ നീതിയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അത് ഞാനും പാലിച്ചുകൊണ്ട് സമയത്ത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.